ഹായ്, ഞാൻ ഡോക്ടർ നിത്യ, കൺസൾട്ടൻറ്റ് ഗൈനക്കോളജിസ്റ്റ് ആൻഡ് ലാപ്രോസ്കോപ്പിക് സർജൻ ആൻഡ് ഇൻഫെർട്ടിലിറ്റി സ്പെഷ്യലിസ്റ്റ്, ഇന്ദിരാഗാന്ധി കോഓപ്പറേറ്റീവ് ഹോസ്പിറ്റൽ, കൊച്ചി, കടവന്തറ. ഞാൻ ഇന്ന് സംസാരിക്കുന്നത് ജസ്റ്റേഷണൽ ഡയബറ്റീസിനെ കുറിച്ചാണ്. ജസ്റ്റേഷണൽ ഡയബറ്റീസ് എന്ന് വെച്ചാൽ ഗർഭകാലത്ത് വരുന്ന ഷുഗറാണ് ജസ്റ്റേഷണൽ ഡയബറ്റീസ്. ഇത് എങ്ങനെയാണ് ഡിറ്റക്ട് ചെയ്യുന്നത്? ജസ്റ്റേഷണൽ ഡയബറ്റീസ് എങ്ങനെയാണ് ഡിറ്റക്ട് ചെയ്യുന്നത്? ഇതൊരു സ്ക്രീനിങ് ടെസ്റ്റ് ചെയ്തിട്ടാണ് പ്രഗ്നൻസി ഏത് പ്രഗ്നൻറ്റ് ലേഡി ആണെന്നുണ്ടെങ്കിലും അവരൊരു വിത്തിൻ ഫസ്റ്റ് 3 months തന്നെ ബ്ലഡ് ടെസ്റ്റ്, സ്ക്രീനിങ് ടെസ്റ്റ് ചെയ്തിട്ടാണ് ജസ്റ്റേഷണൽ ഡയബറ്റീസ് ഡിറ്റക്ട് ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ എല്ലാവർക്കും സ്ക്രീൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഇപ്പോൾ ജസ്റ്റേഷണൽ ഡയബറ്റീസിൻ്റെ ഇൻസിഡൻസ് ഭയങ്കരമായിട്ട് കൂടി തുടങ്ങിയിട്ടുണ്ട്. അറൗണ്ട് ഇപ്പോൾ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ റൂറൽ ഏരിയാസിലേക്ക് പോവുകയാണെങ്കിൽ അറൗണ്ട് 9 to 13%, ഇൻ urban ഏരിയാസ് അപ് ടു 25% വരെയും. അതിനർത്ഥം എവറി 1 and 4th ലേഡി ഹൂ വാക്സ് ഇൻ ടു ദ OP അവർക്ക് ജസ്റ്റേഷണൽ ഡയബറ്റീസ് വരാനുള്ള ഒരു സാധ്യതകളുണ്ട്. അപ്പോൾ എന്ത് തരം സ്ക്രീനിങ് ടെസ്റ്റ് ചെയ്തിട്ടാണ് ഇങ്ങനെ കണ്ടുപിടിക്കുന്നത്? ഇതൊരു ഷുഗർ ടെസ്റ്റിംഗ് ആണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ബ്ലഡ് ടെസ്റ്റ്. ഒരു ലേഡി നമ്മൾ OPയിലേക്ക് വരുമ്പോൾ എംപ്റ്റി സ്റ്റമക്ക് ആണെങ്കിലും നോൺ എംപ്റ്റി സ്റ്റമക്ക് ആണെന്നുണ്ടെങ്കിലും ഒരു ഗ്ലൂക്കോസ് ലോഡ് കൊടുത്തിട്ട്, ഗ്ലൂക്കോസ് ഡ്രിങ്ക്, ഒരു ഗ്ലൂക്കോസ് ലോഡ് കൊടുത്തിട്ട് 2 മണിക്കൂർ ഇരുത്തി കഴിഞ്ഞ് ടെസ്റ്റ് ചെയ്യുമ്പോൾ ആ ടെസ്റ്റ് ചെയ്തതിൻ്റെ അളവ് അഥവാ 140-നേക്കാളും കൂടുതലാണ് എന്നുണ്ടെങ്കിൽ ജസ്റ്റേഷണൽ ഡയബറ്റീസ് ആയിട്ട് ഡയഗ്നോസ് ചെയ്യും. ഇനി ജസ്റ്റേഷണൽ ഡയബറ്റീസ് ഉണ്ട്, എന്ത് ചെയ്യാം? ജസ്റ്റേഷണൽ ഡയബറ്റീസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ സാധാ ചെയ്യുന്ന മാതിരി തന്നെ ഷുഗർ കൺട്രോൾ, കട്ട് ഡൗൺ ഓൺ ഷുഗേഴ്സ്. മെയിൻലി ജസ്റ്റേഷണൽ ഡയബറ്റീസിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുകയാണെങ്കിൽ അപ് ടു 80% ഓഫ് ജസ്റ്റേഷണൽ ഡയബറ്റീസ് വിമന് മെഡിക്കൽ ന്യൂട്രീഷണൽ തെറപ്പി ഓർ കറക്റ്റ് സ്ട്രിക്റ്റ് ഡയറ്റിംഗ് ചെയ്താൽ തന്നെ ജസ്റ്റേഷണൽ ഡയബറ്റീസ് കുറേയൊക്കെ കൺട്രോളിൽ കിട്ടാവുന്നതാണ്. പിന്നെ ബാക്കി 20% ആൾക്കാർക്ക് മരുന്നായിട്ട് വേണ്ടി വരാറുള്ളൂ. മരുന്നെന്ന് പറയാൻ അത് ചിലപ്പോൾ ടാബ്ലറ്റ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ ഇൻസുലിൻ ആയിരിക്കാം. അത് ഡിപ്പെൻഡിങ് ഓൺ ഈച്ച് സിറ്റുവേഷനും ഡിപ്പെൻഡിങ് ഓൺ ഈച്ച് ഷുഗർ, പിന്നെ അതായത് പേഷ്യൻ്റെ ഇതിന് സിറ്റുവേഷന് നോക്കിയിട്ടാണ് നമ്മൾ എന്താ വേണ്ടതെന്നുള്ളത് ഡിസൈഡ് ചെയ്ത് നോക്കുന്നത്. ഇനി ജസ്റ്റേഷണൽ ഡയബറ്റീസ് വന്നാൽ എന്താ പ്രശ്നം? ജസ്റ്റേഷണൽ ഡയബറ്റീസ് വരുന്നത് ആർക്കൊക്കെ? ജസ്റ്റേഷണൽ ഡയബറ്റീസ് ഫസ്റ്റ് ഓഫ് ഓൾ ഇന്ത്യൻ എത്തനിസിറ്റി ആണെന്നുണ്ടെങ്കിൽ വരാനുള്ള ഏറ്റവും കൂടുതൽ ഹൈ റിസ്ക് ഫാക്ടർ ഇന്ത്യൻ എത്തനിസിറ്റിയാണ്. പിന്നെ അതുകൂടാണ്ട് വരാനുള്ള സാധ്യതകൾ ഇപ്പോൾ അമിതമായിട്ട് വണ്ണമുള്ള ആൾക്കാർക്ക് ജസ്റ്റേഷണൽ ഡയബറ്റീസ് വരാം. പോളിസിസ്റ്റിക് ഓവറീസ് ഉണ്ടായിരുന്നു, പ്രഗ്നൻസി ആകുന്നതിൻ്റെ മുന്നേ തന്നെ PCOD ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ അവർക്ക് ജസ്റ്റേഷണൽ ഡയബറ്റീസ് വരാം. ഇനി പ്രഗ്നൻസി പീരീഡിൽ സ്റ്റാർട്ടിങ്ങിൽ ചിലപ്പോൾ ഒന്നും ഉണ്ടാവില്ല, പക്ഷേ 5th 6th month ആകുമ്പോഴത്തേക്കൊക്കെ ഭയങ്കര എക്സസീവായിട്ട് വെയിറ്റ് ഗെയിൻ വന്നു, ഭയങ്കരമായിട്ട് ഭക്ഷണം കഴിച്ചു, വിശപ്പ് കൂടിയിട്ട് ഭക്ഷണം കഴിക്കുന്നുണ്ടെങ്കിൽ എഗൈൻ അവർക്കും ജസ്റ്റേഷണൽ ഡയബറ്റീസ് വരാനുള്ള സാധ്യതകളുണ്ട്. പിന്നെ പ്രീവിയസ് പ്രഗ്നൻസിയിൽ ജസ്റ്റേഷണൽ ഡയബറ്റീസ് ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ 50 to 80% ചാൻസ് ഓഫ് ജസ്റ്റേഷണൽ ഡയബറ്റീസ് വരാം. പേരൻസ് ഡയബറ്റിക് ആണെന്നുണ്ടെങ്കിൽ ഷുഗേഴ്സ് വരാനുള്ള സാധ്യതകൾ. പ്രീവിയസ് പ്രഗ്നൻസിയിലെ കോംപ്ലിക്കേഷൻസ് നോക്കിയിട്ടും നമ്മൾ അസസ് ചെയ്യാറുണ്ട്. ചിലപ്പോൾ പ്രീവിയസ് പ്രഗ്നൻസിയിലെ ബേബി ബർത്ത് വെയ്റ്റ് more than 4 kilos ഒക്കെ കാണുകയാണ്, വലിയ ബേബി ആയിരുന്നു എന്നുണ്ടെങ്കിലും ജസ്റ്റേഷണൽ ഡയബറ്റീസ് വരാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ആൾക്കാർക്ക് നമ്മൾ ഒരു പ്രാവശ്യം മാത്രമല്ല സ്ക്രീനിങ് ടെസ്റ്റ് ചെയ്യുന്നത്. ചിലപ്പോൾ ഈ സ്ക്രീനിങ് ടെസ്റ്റ് ആദ്യം വന്ന് ഫസ്റ്റ് ഗർഭകാലത്തിൽ വരുന്ന ആദ്യത്തെ 3 മാസം കൂടാണ്ട് പിന്നെ എഗെയിൻ ഒരു അറൗണ്ട് ഒരു 24 to 28 വീക്സിൻ്റെ ഇടയിൽ ഒന്ന് റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യവും. ചിലപ്പോൾ ഒരു 3rd trimester എന്തെങ്കിലും സിംറ്റംസോ എന്തെങ്കിലും നമ്മൾ സ്കാൻ ചെയ്തിട്ട് എന്തെങ്കിലും വ്യത്യാസങ്ങൾ തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ 3rd trimester കൂടെ ചെയ്യേണ്ട ആവശ്യം വന്നേക്കാം. ഇനി ഇത് വന്നാൽ എന്താ ബുദ്ധിമുട്ട്? കുഞ്ഞിനും അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട്, അമ്മയ്ക്കും ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ജസ്റ്റേഷണൽ ഡയബറ്റീസ് വന്ന ഷുഗർ ശരിക്കും കൺട്രോളല്ല എന്നുണ്ടെങ്കിൽ കുഞ്ഞിന് വരാനുള്ള ബുദ്ധിമുട്ട് ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ തന്നെ ഷുഗർ ഭയങ്കര കൂടുതലായിരുന്നു, പ്രഗ്നൻസി ആകുന്ന ആ ഒരു സമയത്ത് തന്നെ ഷുഗർ ഭയങ്കര കൂടുതലായിരുന്നു എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു അബ്നോർമൽ ബേബി ആയിട്ട്, ടെററ്റോജനിക് ബേബി എന്ന് വെച്ചാൽ ഗ്രോത്ത് ഡെവലപ്മെൻറ്റ്സ്, അബ്നോർമൽ ഓർഗൻ ഡെവലപ്മെൻറ്റ് വരാനുള്ള ഒരു സാധ്യത ഉണ്ട്. അത് ഇനീഷ്യൽ ഫസ്റ്റ് പ്രഗ്നൻസി ആകുമ്പോൾ തന്നെ ഷുഗേഴ്സ് ഭയങ്കര അൺകൺട്രോൾഡ് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ. രണ്ടാമത്തത് ബേബിയിലെ ഗ്രോത്ത് ഡിസ്റ്റർബൻസസ് വരാം. ചിലപ്പോൾ ഭയങ്കര വലിയ ബേബി ഇപ്പം 4 കിലോയിലും കൂടുതൽ പോകാനുള്ള സാധ്യതകൾ, 4.5 എന്നൊക്കെ ചിലപ്പോൾ കേൾക്കാറുണ്ട്. അപ്പോൾ ഇങ്ങനെ വലിയ ബേബീസിന് മിക്കവാറും മദേഴ്സിന് ജസ്റ്റേഷണൽ ഡയബറ്റീസ് ഉണ്ടാകാം. പിന്നെ കുഞ്ഞിൻ്റെ ചുറ്റുമുള്ള വെള്ളം ഭയങ്കര കൂടുതലായിട്ട് വരാം. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഒരു വേഗം പ്രീ ടേം ഡെലിവറി, ഈ കറക്റ്റ് 37 വീക്സ് വരെ പോകാണ്ട് അതിൻ്റെ മുന്നേ തന്നെ ഡെലിവറി ആകാനുള്ള സാധ്യതയും. അപ്പോൾ പ്രീ ടേം ഡെലിവറി ആകുമ്പോൾ പ്രിമച്യൂരിറ്റീൻ്റെ കോംപ്ലിക്കേഷൻസ് ആയിട്ടും കുഞ്ഞിന് വരാം. പിന്നെ ഡെലിവറി കഴിഞ്ഞിട്ടും ചിലപ്പോൾ കുഞ്ഞിന് അതിൻ്റേതായിട്ട് ഇപ്പോൾ പ്രിമച്യൂരിറ്റി കോംപ്ലിക്കേഷൻസ് വരാം. ചിലപ്പോൾ ജോണ്ടിസിൻ്റെ അക്കം കൂടുതലായിരിക്കാം. ചിലപ്പോൾ കുഞ്ഞിൻ്റെ ഷുഗേഴ്സ് ഡെലിവറി കഴിഞ്ഞ ഉടനെ, ചിലപ്പോൾ അമ്മേൻ്റെ ഷുഗേഴ്സ് കൺട്രോളിലല്ല എന്നുണ്ടെങ്കിൽ കുഞ്ഞിൻ്റെ ഷുഗേഴ്സ് ഡെലിവറി കഴിഞ്ഞ ഉടനെ ഭയങ്കര കുറഞ്ഞു പോകാനും അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ വരാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ഈ ഗ്രോത്ത് ഡിസ്റ്റർബൻസ് ഞാൻ പറഞ്ഞു, കുഞ്ഞിൻ്റെ സൈസ് ഭയങ്കരമായിട്ട് കൂടാമെന്നുള്ളത്. ഇത് മാത്രമല്ല, ചിലപ്പോൾ കുഞ്ഞിൻ്റെ സൈസ് തീരെ കുറയാനുള്ള, കാരണം ഷുഗേഴ്സ് പണ്ടേ ഉള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ അവർക്ക് ചിലപ്പോൾ വാസ്കുലർ ഡിസീസൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ
ഷുഗർ ബേബീൻ്റെ സൈസ് തീരെ കുറഞ്ഞു പോകാനുള്ളൊരു സാധ്യതയുണ്ട്. ഇത് മാത്രമല്ല, ഷുഗർ ഒട്ടും കൺട്രോളിൽ കിട്ടാത്ത ആൾക്കാർക്ക് ചിലപ്പോൾ കുഞ്ഞിൻ്റെ ഹാർട്ട് ബീറ്റിൽ പോലും ചേഞ്ചസ് വരാൻ, കുഞ്ഞ് ഇൻട്രാ യൂട്രൈൻ ഫീൽഡിമൈസ് ആകാനുള്ളൊരു സാധ്യതയും ഉണ്ട്. അപ്പം നമ്മൾ പിന്നെ അമ്മയ്ക്ക് വരാവുന്ന കോംപ്ലിക്കേഷൻസ് മെയിൻലി ഷുഗേഴ്സ് ഉള്ള ആൾക്കാർക്ക് BP വരാനുള്ള സാധ്യതകളും BP റിലേറ്റഡ് കോംപ്ലിക്കേഷൻസ് ആയിട്ടും അമ്മേൻ്റെ അമിതമായിട്ട് വണ്ണം കൂടിയിട്ട് പ്രഗ്നൻസിയിൽ ബുദ്ധിമുട്ട് വരാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. അപ്പോൾ മെയിൻലി ഇപ്പോൾ ഇത് കേട്ടിട്ട് പേടിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മൾ മെയിനായിട്ട് ഷുഗേഴ്സ് ഉണ്ടെന്ന് ഡിറ്റക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ കറക്റ്റായിട്ട് കോംപ്ലൈ ചെയ്ത് ഡയറ്റ് കറക്റ്റായിട്ട് ചെയ്ത് ഫോളോ ചെയ്ത് ഷുഗേഴ്സിന് അഥവാ വേണ്ടി വന്നാൽ ഇൻസുലിൻ എടുക്കുന്നതിനോ ടാബ്ലറ്റ് എടുക്കുന്നതിനോ മടിക്കാതെ കറക്റ്റ് ഷുഗർ കൺട്രോളിൽ പോവുകയാണെങ്കിൽ ഈ പറയുന്ന യാതൊരു കോംപ്ലിക്കേഷൻസും വരാനുള്ള സാധ്യത നന്നായിട്ട് കുറയ്ക്കാൻ പറ്റും. ഒരു നോർമൽ പ്രഗ്നൻസിയിൽ എന്തൊക്കെ കോംപ്ലിക്കേഷൻസ് വരാമോ ആ ഒരു കോംപ്ലിക്കേഷൻ ലെവലിലേക്ക് ഈ ജസ്റ്റേഷണൽ ഡയബറ്റീസ് ആരുടെയും കോംപ്ലിക്കേഷൻ ലെവലിൽ മാറ്റാൻ പറ്റും. പക്ഷേ മെയിൻ തിങ് വേണ്ടത് ഷുഗർ കൺട്രോൾ ചെയ്ത് വെക്കുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിനെക്കുറിച്ച് ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിയർ ബൈ ഗൈനക്കോളജിസ്റ്റിനെ വിസിറ്റ് ചെയ്ത് കൂടുതൽ ഇതിനെക്കുറിച്ച് അറിയുന്നത് നല്ലതായിരിക്കും.